എന്താണ് പയ്യന്നൂരെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൽ ഒരു ശക്തിക്കും പിടിച്ചുലക്കാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ 85 അതിനപ്പുറവും വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, മുത്തശ്ശിമാർ വരെ ഒഴുകി വന്ന് നിറഞ്ഞിട്ടുള്ളതാണ് പയ്യന്നൂരിൻ്റെ ഈ വിപ്ലവ ആവേശമെന്ന് പറയുന്നത്. ഞാനതിന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പയ്യന്നൂർ എന്ന് പറയുന്നത് 21 രക്തസാക്ഷികളുടെ ചോരയും ജീവിതവും അലിഞ്ഞു ചേർന്ന് അതിൽ ഉയർന്നു നിൽക്കുന്ന മണ്ണാണ്. അത് ഇന്നലെകളിലെ മനുഷ്യരെയും ഇന്നത്തെ തലമുറയെയും ആവേശമാക്കുന്ന രക്തസാക്ഷിത്വത്തിന്റെ ആ മഹാഗോപുരത്തിന് മുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ചെങ്കൊടി പാറിക്കളിക്കുന്നത് എന്ന് ശത്രുക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം. ഓരോ ദിവസവും എന്തും നിങ്ങളുടെ മാധ്യമ ഭീമന്മാരുടെ മുന്നിൽ നിങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാം. അതിലൊന്നും കുലുങ്ങുന്നതല്ല ഈ നാട് എന്ന് ഈ നാട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ഓരോ മണിക്കൂറും വിശ്രമമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. ഈ വൈകുന്നേരം എത്ര സമ്പന്നമായിട്ടുള്ള വൈകുന്നേരമാണ് എന്ന് നമ്മൾ കാണുകയാണ്. ആരൊക്കെ വന്നു ചേരുന്നു, ഏതൊക്കെ നിലയിലുള്ള ആവേശം മണപൊട്ടി ഒഴുകുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ കർഷക പടഭൂമികളിൽ പോരാട്ടത്തിന്റെ നായകനായിട്ടുള്ള കരുവള്ളൂരിന്റെ വീരസന്താനമായിട്ടുള്ള സഖാവ് ബിജു കൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മാത്രം പയ്യന്നൂരിലേക്ക് വരുന്നു. കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തേരോട്ടത്തിന്റെ നായികയായി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട PK ശ്രീമതി ടീച്ചറാണ്. അവരെല്ലാം ഇത് ചേർന്ന് നയിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സത്യപാലൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് സഖാവ് C കൃഷ്ണൻ, സഖാവ് V നാരായണൻ, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ സമരഭൂമിയിൽ ഈ പോരാട്ടത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം നമ്മൾ അഭിമാനമാണ്, നമ്മുടെ ജീവനാണ്. അത് പ്രഖ്യാപിച്ച ആ അഭിമാന ചിഹ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം നമുക്ക് തുടരാം എന്ന് മാത്രം ചുരുക്കം വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ ഈ നാടിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.